ഹായ്. ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തേ എൻ്റെ +2 വരെ എനിക്ക് എൻ്റെ ഉമ്മ രാവിലെ തന്നെ ഫുഡ് വാരി തന്നിട്ടാണ് സ്കൂളിൽ വിട്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും സ്കൂളിലേക്ക് ചോറ് തന്നു വിടും, കറികളും തന്നു വിടും കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡെയിലി പരാതികളായിരുന്നു. അതായത് ഈ കറി എനിക്ക് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് മറ്റേ കറി ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഈ കറി മാത്രം മതി, അത്തരത്തിലുള്ള പല കാര്യങ്ങൾ കേട്ടോ. അത് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത്. അപ്പോൾ മിക്കവരും ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചൊക്കെ മാറി നിൽക്കും. അതുപോലെ തന്നെ ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. മാറി നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയാം. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ അത് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറുമ്പോൾ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് ആവശ്യപ്പെടുക അന്ന് എനിക്ക് ഇഷ്ടമല്ലാതിരുന്ന പല കറികളും പല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാലേ മനുഷ്യൻ്റെ ജീവിതം അതുപോലെ തന്നെ. നമ്മൾ ഇന്ന് വില കൽപ്പിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല, അല്ലെങ്കിൽ പഴയതുപോലെ ഒരിക്കലും ആവില്ല എന്നറിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാല്യൂ അതിന് ഫീൽ ചെയ്യും. സത്യത്തിൽ അങ്ങനെ ആവരുതട്ടെ. നമ്മൾ ഉള്ളതിൻ്റെ വാല്യൂ നമ്മൾ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നും പഴയ പോലെ ആവാൻ പോണില്ല. അപ്പം നമ്മൾ ഇപ്പോൾ അതിൻ്റെ വില അല്ലേ. അതിപ്പോൾ നമ്മൾ പറയില്ലേ, കണ്ണ് ഉള്ളവന് കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ എന്തൊരു കാര്യം. നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം നന്ദിയുള്ളവരാണ്, അതിനനുസരിച്ച് എന്താണ് ദൈവം വീണ്ടും തരുന്നതാണ്. പണ്ട് ചെയ്തതൊക്കെ നമ്മൾ കുഞ്ഞു കൊച്ചല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താണ് ബുദ്ധിയും വിവേകമുള്ള മുതിർന്ന ആളുകളൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്